കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കൂന്തൽ നിരത്തിയിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ലേശം വെള്ളവും ചേർക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിക്കോളും. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഈ കൂന്തലിനെ മാറ്റിയിട്ട് ഇതേ സെയിം പാനിൽ തന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒരു 2 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി അതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഉള്ളി വഴറ്റുന്നതിന്. ഈ ഉള്ളി നന്നായി വാടി കുഴഞ്ഞ് കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ച മിക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റണം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരട്ടെ. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ കൂന്തലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ കൂന്തലിൽ നന്നായി പിടിക്കുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ഒരു നുള്ള് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ച പൊടിയും കൂടിയും ഇടുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇതിന് ഈ റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 പൊടിയും ചേർക്കുന്നത്. അതിനുശേഷം ഒരു ലേശം ഗ്രേവിക്ക് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒരു അര കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് നന്നായി വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾ കൂന്തൽ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിൻ്റെയും ചോറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ.